ആദ്യമായിട്ടാണ് അമ്മയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവിനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് തന്നെ പറയാം, അത്രയധികം റെസ്പോൺസുകളാണ് നമുക്ക് കിട്ടിയത്. അതിൽ നിന്ന് നമ്മൾ സോർട്ട് ചെയ്ത്, നമ്മൾ സംസാരിച്ച് ഇൻട്രാക്ട് ചെയ്ത് വന്നിട്ടുള്ള ഏറ്റവും ക്രിസ്പായിട്ടുള്ള നമ്മുടെ കോർ ടീമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. 30-32 പേരോടും വരുന്ന ഒരു ടീമാണ് മുമ്പിലുള്ളത്. 2 ദിവസം അമ്മയുടെ കുടുംബത്തോട് ചേർന്ന് നിന്ന് നൃത്തവും അഭിനയത്തിൻ്റെ ചില നുറുങ്ങുവിദ്യകളും എല്ലാം ചേർന്നുള്ള ഓർമ്മയിലേക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്ന 2 ദിവസങ്ങളായിരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. ഒരിക്കലും അമ്മയുടെ ഈ ഒരു കെട്ടിടം വിട്ട്, ഈ ഒരു വീട് വിട്ടിറങ്ങുമ്പോൾ നിരാശരായിട്ട് ഇറങ്ങില്ല എന്ന് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉറപ്പ് നൽകുകയാണ്. നടീനടന്മാരുടെ ഒരു സംഘടനയാണ്. അപ്പോൾ ഞങ്ങൾ ആ സംഘടന രൂപപ്പെട്ടിട്ട് ഏതാണ്ട് 30 വർഷത്തോളമായി. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞങ്ങൾ അഭിനയിക്കുന്ന ആളുകൾ ചേർന്നിട്ട് പല പരിപാടികൾ നടത്താറുണ്ട്, പല ഷോസ് ചെയ്യാറുണ്ട്. പക്ഷേ പുതിയ കമ്മിറ്റി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമുക്ക് പബ്ലിക്കിനെ കൂടെ ഇതിനകത്തൊരു പാർട്ടിസിപ്പേഷൻ കൊടുത്തു. പൊതുജനങ്ങൾക്ക് കൂടി അവർക്ക് കൂടി ഉപകാരപ്രദമാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നൊരാശയം നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്സ് ആദ്യം ഒന്ന് തുടങ്ങി നോക്കാം. എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിവസം നേരുന്നു. സിദ്ദിഖ് സംസാരിച്ചു, സലീം സംസാരിച്ചു. അമ്മ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. ഞങ്ങൾ അവകാശപ്പെടുന്നു പല കാര്യങ്ങളും അമ്മ ചെയ്യുന്നത് പലരും അറിയുന്നില്ല. അങ്ങനെ വലിയ പബ്ലിസിറ്റി ഒന്നുമില്ലാതെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ അംഗങ്ങൾക്കിടയിൽ മാത്രമല്ല, പുറത്ത്. അപ്പം അത്തരം കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആ രംഗത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാട്ടുണ്ട്, നൃത്തമുണ്ട്, അഭിനയമുണ്ട്, ആക്ഷനുകളുണ്ട്. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളൊരു കാര്യമാണ്. ഒരുപാട് പുതിയ ആൾക്കാർക്ക് കടന്നു വരാൻ സാധിക്കുന്നതിലേക്ക്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇതൊരു ഗേറ്റ് ക്രാഷാണ്, ഒരു കഥകൾ തള്ളി തുറക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിലൂടെ ഒരുപാട് വലിയ കാര്യങ്ങൾ, ഒരുപാട് പുതിയ മേഖലകളിലേക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിൻ്റെ തുടക്കത്തിൽ 2 ദിവസം തീർച്ചയായിട്ടും രചനയ്ക്ക് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാം. താങ്ക് യു രചന. ഞാൻ ചോദിച്ചപ്പോൾ ഇത് നൃത്തം മാത്രമല്ല, അഭിനയ രസങ്ങളാണ്. ജീവിതം മുഴുവൻ അത്തരത്തിലുള്ള എക്സ്പ്രഷൻസാണ്. എക്സ്പ്രഷനിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ഒരു ദിവസം നമ്മൾ പലതരത്തിലുള്ള അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ നൃത്തം മാത്രമല്ല, അതിലുള്ള അഭിനയം. അങ്ങനെ 2 ദിവസത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുകയാണ്. ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. സിദ്ദിഖ് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സിനിമയിൽ തന്നെ വലിയ നൃത്തത്തിൻ്റെ പ്രാധാന്യം കൊടുത്തിട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത വലിയ വലിയ നർത്തകികളുണ്ട്. അതുപോലെ തന്നെ അഭിനയത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ വശങ്ങളിലൂടെ സഞ്ചരിച്ച നടന്മാരുണ്ട്. നമ്മുടെ ഭാഷയിൽ മാത്രമല്ല, പുറത്ത്. അത്തരം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ചില വർക്ക്ഷോപ്പുകൾ നമുക്ക് നടത്താൻ സാധിക്കും. അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നത്. എന്തായാലും തുടക്കം ഗംഭീരമാകാൻ സഹായിച്ച എല്ലാവർക്കും ആകട്ടെ എന്നുള്ള ഈശ്വരനും നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു. ഇതൊരു നല്ല കോസാണ്. ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ആഗ്രഹിക്കുകയാണ്. വളരെ ചുരുക്കി പറയാം, നൃത്ത റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് ഇത്. നാട്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് ഇത്. അപ്പോൾ നമ്മളുടെ ഒരു ക്രൈറ്റീരിയ നമ്മൾ വെച്ചിരുന്നത് ഏത് ഡാൻസ് ഫോം പഠിച്ചവർക്കും ഇതിന് ഭാഗമാവാം എന്നുള്ളതാണ്. ക്ലാസിക്കൽ തന്നെ പഠിക്കണം, ശാസ്ത്രീയ നൃത്തം തന്നെ പഠിക്കണം എന്നുണ്ടായിരുന്നില്ല. കാരണം അഭിനയം എന്നുള്ളത് നേരത്തെ ലാലേട്ടൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ജീവിതത്തിൽ എന്നും ഓരോ രസങ്ങളുമായി സമ്പർക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എക്സ്പ്ലോറേഷനാണ്. സോ നമുക്ക് വെസ്റ്റേൺ പഠിച്ച ആളുകളുണ്ട്, ഹിപ്പ് ഹോപ്പ് പഠിച്ച ആളുകളുണ്ട്, അങ്ങനെ എല്ലാ കോണ്ടംപററി പഠിച്ച ആളുകളുണ്ട്. എല്ലാ മേഖലകളിൽ നിന്നും, എല്ലാ ഡാൻസ് ഫോംസിൽ നിന്നുമുള്ള ആളുകൾ, പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇതിൻ്റെ ഭാഗമാവുമ്പോൾ നാട്യത്തിൻ്റെ മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എളിയ ഭാഗമാവാൻ സാധിച്ചതിലും അതിന് ലാലേട്ടൻ വന്ന് അനുഗ്രഹിച്ചതിലും ഏറെ സന്തോഷം. താങ്ക് യു ലാലേട്ട.